ഒടുവിൽ ഉറപ്പിച്ചു, ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ട്. ജയിലിനുള്ളിൽ അദ്ദേഹത്തെ ഇളയ സഹോദരി സന്ദർശിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. പുറത്തു വന്ന് അവർ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവച്ചു. ഇമ്രാൻഖാൻ ജയിലിൽ ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആള് ജീവനോടെ ഉണ്ട്. ഏതാനും ദിവസങ്ങളായി പ്രചരിച്ചിരുന്നത് ഇമ്രാൻഖാൻ മരിച്ചു, ജയിലിൽ അത്യാസന്ന നിലയിലാണ് എന്നൊക്കെയാണ് പ്രചാരണം നടന്നത്. തുടർന്ന് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്ന ഇസ്ലാമാബാദിലെ അഡിയാല ജയിലിൽ ആ ജയിലിന് മുന്നിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികളും ബന്ധുക്കളും ഒക്കെ, സഹോദരിമാരടക്കമുള്ളവർ അവിടെ എത്തി പ്രക്ഷോഭത്തിലും സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കെടുത്തു. അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. സമ്മർദ്ദം അധികമായപ്പോൾ അധികൃതർ ഒടുവിൽ വഴങ്ങി. ഒരു സഹോദരിക്ക് ഇമ്രാൻഖാനെ കാണാം, അതിനുള്ള അവസരം അവർ കൊടുത്തു. അത് 20 മിനിറ്റാണ് ആ സന്ദർശനം, കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. ഈ 20 മിനിറ്റ് ഇമ്രാൻഖാൻ സഹോദരിയോട് സംസാരിച്ചു. വളരെ ദേഷ്യത്തിലാണ് ഇമ്രാൻഖാൻ. സഹോദരി പറയുന്നു, അദ്ദേഹത്തെ സെല്ലിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനല്ലാതെ അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരുന്നില്ല, അദ്ദേഹത്തെ പുറത്തിറക്കുന്നില്ല, അദ്ദേഹത്തിനെ മാനസികമായി അതിക്രൂരമായി പീഡിപ്പിക്കുന്നു, മാനസിക പീഡനം വലിയ തോതിൽ നൽകുന്നു ജയിലധികൃതർ, ജയിലിലെ ഉദ്യോഗസ്ഥർ, ഗാർഡുമാർ. ഇതൊക്കെയാണ് അദ്ദേഹം പങ്കുവച്ച വിവരങ്ങൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്ന് അവർ സഹോദരി സാക്ഷ്യപ്പെടുത്തി. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളല്ല വർഷങ്ങളായി ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹത്തെ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമല്ല. പക്ഷേ അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് പാക് ഭരണാധികാരികളുടെ, പട്ടാളത്തിൻ്റെ ഒക്കെ വാദം. ഈ ഇമ്രാൻഖാൻ അവിടെ വളരെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നു വന്ന ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പാകിസ്ഥാനിൽ എല്ലാ കാലത്തും പട്ടാള അട്ടിമറി നടക്കുകയും ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഭരണത്തിലിരിക്കുന്ന നേതാക്കളെ, ഭരണാധികാരികളെ പിടികൂടി ജയിലിലടയ്ക്കുക, അവരെ തൂക്കിക്കൊല്ലുക, അവരെ വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ അവരെ ബോംബിട്ട് കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ പാകിസ്ഥാനിൽ ധാരാളം നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നിരവധി തവണ പട്ടാള അട്ടിമറികൾ നടന്നു. ഭരണഘടന തന്നെ പൊളിച്ചെഴുതി എത്രയോ തവണ. ഇതൊക്കെ പാകിസ്ഥാനിൽ നടന്നതാണ്. ഇതിനൊന്നും നമുക്ക് ആരുടെയും സാക്ഷ്യം വേണ്ട, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പാകിസ്ഥാനിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ പിടിച്ച് അകത്തിടുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇമ്രാൻഖാൻ നിലവിൽ പ്രതിപക്ഷത്താണ്, അദ്ദേഹത്തിന് ഭരിക്കാനുള്ള അവസരമില്ല. അങ്ങനെ പ്രതിപക്ഷത്തുള്ള ഒരാളിനെ ആണ് അവർ പിടികൂടി ഈ പറഞ്ഞതുപോലെ ജയിലിലിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പാകിസ്ഥാനിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ഇമ്രാൻഖാൻ കാരണമാകും എന്ന് സൈന്യവും ഇപ്പോഴത്തെ ഭരണാധികാരികളും ഭയപ്പെടുന്നു എന്ന് വ്യക്തം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരി ഡോക്ടർ ഉസ്മ ഖാനും ആണ് സന്ദർശിച്ചത്. സന്ദർശിച്ചിട്ട് പുറത്തു വന്ന് അവർ നൽകിയ വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമ ലോകത്ത് ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഇവിടെ കേരളത്തിൽ പാകിസ്ഥാനിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ ഇവിടെ വലിയ വായിൽ കേരളത്തിലും ഇന്ത്യയിലും നിലവിളിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയിൽ ജയിച്ചാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. അവരാരും ഈ ഇമ്രാൻഖാന് വേണ്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇമ്രാൻഖാനെ ജയിലിൽ എന്തിനു പിടിച്ചിട്ടിരിക്കുന്നു, അന്യായ തടവല്ലേ എന്നൊരു ചോദ്യം ഈ കൂട്ടരിൽ നിന്ന് ഉയരുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഉണ്ടായില്ല. അവരെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ ഉള്ളിൽ എന്ത് നടക്കുന്നു, അവിടെ എന്തൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു, എന്തൊക്കെ അഴിമതികൾ നടക്കുന്നു, പട്ടാള അട്ടിമറികൾ നടക്കുന്നു, ഈ പറഞ്ഞതുപോലെ അതിനുള്ളിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതേയില്ല. കഴിഞ്ഞ ദിവസം അവിടെ
ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് BLF-ന്റെ വനിതാ ചാവേർ പൊട്ടിത്തെറിച്ച് 6 സുരക്ഷാ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 6 സുരക്ഷാ സൈനികർ കൊല്ലപ്പെടാൻ ഈ വനിതാ ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചു. ബലൂചിസ്ഥാൻ വിമോചന പോരാളി എന്ന സ്വയം അവകാശപ്പെടുന്ന ഒരു ചാവേറാണ് പൊട്ടിത്തെറിച്ചത്. ഇങ്ങനെ പാകിസ്ഥാനുള്ളിൽ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ വലിയ രീതിയിൽ ഈ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിധ്വംസക സംഘടന വലിയ എന്താ പറയണ്ടേ പ്രക്ഷോഭവും ഇതുമൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ പാക് സൈന്യം തന്നെ ആക്രമിക്കുന്നു. അവിടെ പാക് പൗരന്മാർ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ, ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പാക് പൗരന്മാർ വ്യാപകമായി കൊല്ലപ്പെടുന്നു. ഇതൊക്കെ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. അവിടെ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിയിൽ ജയിച്ചാൽ അത് വലിയ ആഘോഷം. പാകിസ്ഥാനിൽ എന്തെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ മൗനം. ഇത് ഒരു ഇരട്ടത്താപ്പാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. പാക് സൈന്യത്തിൻ്റെ മനസ്സറിവോടെ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിൻ്റെ മനസ്സറിവോടുകൂടി ആണ് ഇമ്രാൻഖാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. കോടതികൾക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഇന്ത്യയിലേതുപോലെ ഒരു സ്വതന്ത്ര നീതിന്യായ സംവിധാനമല്ല പാകിസ്ഥാനിലുള്ളത്. അവിടെ മതനിയമങ്ങൾക്കാണ് പ്രാധാന്യം, മതകോടതികൾക്കാണ് പ്രാധാന്യം. ജനാധിപത്യത്തിന് അവിടെ യാതൊരു വിലയുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവായ ഇമ്രാൻഖാനെ ഇങ്ങനെ അനന്തകാലമായി ജയിലിൽ അടയ്ക്കില്ലായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ അടച്ച് മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തകർത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ഗൂഢ പദ്ധതിയാണ് ഇത് എന്ന് സഹോദരിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അവർ പറയാതെ പറഞ്ഞതും അതുതന്നെയാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഇമ്രാൻഖാൻ ജീവനോടെ ജയിലിലുണ്ട്. അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ഇതുവരെ ഒരു പരിശ്രമവും നടന്നിട്ടില്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിന് കടുത്ത മാനസിക പീഡ കൊടുക്കുന്നു. അദ്ദേഹത്തെ ജയിലിന് പുറത്തേക്ക്, ജയിലിൻ്റെ അഴികൾ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറാകുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ മാത്രമാണ് അദ്ദേഹം ജയിലിന് പുറത്തേക്ക് വരുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടംപ്റ്റ് സെൽ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലിൻ്റെ പേരാണ് കണ്ടംപ്റ്റ് സെൽ. അതുപോലൊരു സെല്ലിൽ പാകിസ്ഥാൻ്റെ പ്രതിപക്ഷ നേതാവ് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ നാളത്തെ ഭരണാധികാരി ആയേക്കും അദ്ദേഹം. അങ്ങനെയുള്ള ലോകമറിയുന്ന ഒരു ക്രിക്കറ്റർ, ഒരു ഫാസ്റ്റ് ബൗളർ, അങ്ങനെയുള്ള ഇമ്രാൻഖാൻ അവിടെ അതിക്രൂരമായ മാനസിക പീഡനത്തിന് വിധേയനായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു.